ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 1/2 കിലോ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ബട്ടർസ്കോച്ച് എസൻസോ ഫ്രഷ് ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേക്ക് മോൾഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം മൈദ തൂവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടില്ല, അതിന് പകരമായിട്ടാണ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു 2 തവണ കൂടി ഒന്ന് അരിച്ചെടുത്താലും മതി. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മിക്സിംഗ് ബൗൾ എടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർസ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുട്ട നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റർ വെച്ചത് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്തായാലും എണ്ണ നന്നായിട്ട് മിക്സായി കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. സ്പാച്ചുലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്ത് വരുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. മൈദ കട്ടയായി കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് കഴിയുന്നതും പരമാവധി മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്ത കുക്കറിനകത്ത് വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാനിത് ബേക്ക് ചെയ്തത്. 20 മിനിറ്റോളം ബേക്ക് ചെയ്തു. ബേക്ക് ചെയ്യാനായിട്ട് കുക്കറിനകത്തേക്ക് വെക്കുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ബട്ടർസ്കോച്ച് പ്രലയൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ലോ ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റൊക്കെ വറുക്കുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ഇനി ഇത് തൊലി കളഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് ബ്രൗൺ കളർ ആക്കരുത്, അപ്പോൾ കേക്കിന് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നിലക്കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ബട്ടർ എടുക്കുമ്പോൾ സാൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. സാൾട്ടഡ് ബട്ടർ ഇല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിതൊരു ഓയിൽ ഗ്രീസ് ചെയ്ത കൗണ്ടർ ടോപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കൗണ്ടർ ടോപ്പിലാവുമ്പോൾ കുറച്ച് പ്രയാസമാണ് ഇളക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും, അപ്പോൾ പെട്ടെന്ന് പരത്തി കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇളക്കിയെടുക്കാനായിട്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ബട്ടർ സ്കോച്ച് പ്രളയം തയ്യാറായി. ഇനി അടുത്തതായിട്ട് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വെള്ളം, നേരത്തെ പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കാരമലൈസ് ചെയ്യണം നേരത്തെ പോലെ. പഞ്ചസാര ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്തത്. ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത പോലെ ആവില്ല കേട്ടോ. വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ ഒട്ടും തിക്കല്ലായിരിക്കും. പക്ഷേ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. ഇതിൻ്റെ കളറും മാറി ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് വരും. 20 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ. ഇനി ക്രീം തേച്ച് കൊടുക്കുക. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഒരേ ലെവലിൽ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ച് പ്രളയം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ സോസ് ഒഴിക്കാനായിട്ട് മറന്നു. ഇങ്ങനെ ആദ്യത്തെ 2 ലെയറും ചെയ്തതിന് ശേഷം അവസാനത്തെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്കിനെ മുഴുവനായിട്ടും കവർ ചെയ്ത് കൊടുക്കുക. കേക്ക് മുഴുവനായിട്ടും ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ച് സോസ് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ട ഇതിൻ്റെ കളറ് നമ്മൾ നേരത്തെ തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്ന കളറേ അല്ല, അത് നന്നായിട്ട് മാറി ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്യുക. അല്ലെങ്കിൽ മുകളിൽ ഡിപ്പ് ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ഈ കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ച് പ്രളയം വെച്ച് കേക്കിൻ്റെ സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നോസിലൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലൊരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തായിട്ടൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ വരച്ചു കൊടുക്കുക. ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവും, അത് വെച്ച് ചെയ്യുക. അപ്പോൾ ഇത് 1/2 കിലോയുടെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് 1 കിലോയുടെ റെസിപ്പിയാണ് വേണ്ടതെങ്കിൽ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഡബിൾ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്